പൈസ അപ്പം നമ്മൾ 2 ദിവസം പോയി സമുറായി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ അത് എഞ്ചിൻ ഓയിൽ മാറ്റണം. അപ്പോൾ എഞ്ചിൻ ഓയിൽ എടുക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ നിന്നേക്കാണ്. പൈസ വണ്ടി ഇരിക്കാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി രസമുണ്ട്. ഈ രാവിലത്തെ കിറ്റ് അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ഇല്ലായിരുന്നു. മേടിച്ച് ഓയിലും കൂടെ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാവില്ല നോക്കാം. ഗൈസ് നമ്മളിപ്പം ഈ വണ്ടിയുടെ വീലൊന്ന് അഴിക്കാനാണ് നോക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ടയർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി എന്തെല്ലാം ഔട്ട് ചെയ്യാൻ പോകണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിങ്ങളെ അടുത്ത വീഡിയോ കാണിക്കാം ഗൈസ്. ഇതേ പറയാനുള്ളൂ. ഇതിപ്പോൾ ഒരെണ്ണം ഊരുമ്പോൾ മറ്റേ ഊരേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല നമ്മൾ ഊരണത്, അതാണ് പ്രശ്നം. എന്തായാലും നോക്കാം. ടയർ ഊരി എടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിൻ്റെ ഊരാൻ പറ്റുന്നില്ല. പോയെന്ന് ഗൈസ് നമ്മളെ ഈ വണ്ടിയിൽ ടയർ ജാമായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് പാഡ് ജാമായിട്ടിരുന്നതാണ് അതിൻ്റെ കാരണം. നമ്മൾ കൊണ്ടുവന്നപ്പോഴും ബാക്ക് വീല് കറങ്ങത്തിലിരുന്നു. അപ്പം അതിൻ്റെ ഈ ബ്രേക്ക് പാഡ് കാരണമാണ് അത് ജാമായിട്ടിരുന്നത്. അതിപ്പോൾ നമ്മൾ റെഡിയാക്കി അത് ബ്രേക്ക് പാഡ് മാറ്റി ഇപ്പം വീല് കറങ്ങണ രീതിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ സീറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സീറ്റ് ഊരേണ്ട സ്ക്രൂ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സാധനം വരും. അതപ്പോൾ ഇതിലാണ് ഇരിക്കണം. ഇവിടെയാണ് സീറ്റ് ഊരണ്ട. ഈ കമ്പി അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ ചെയ്ത് വെച്ചാണ്. അപ്പം ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സീറ്റിൻ്റെ സാധനം ഇങ്ങനെ വരും. ഇതിലാണ് സ്ക്രൂ വയ്ക്കണം. അത് അഴിക്കുമ്പം സീറ്റ് ഊരി എടുക്കാം. അപ്പുറത്ത് കൊണ്ട് കാണാം ടാങ്കിൻ്റെ സ്ക്രൂ അടിക്കാൻ പറ്റും. നമ്മൾ ടാങ്ക് ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പാർക്ക് വരും ഗൈസ്. അപ്പം വണ്ടി ഈ ഒരവസ്ഥയിലാകുമ്പോൾ നിൽക്കണം. ഇന്നത്തെ പണി ഇതുവരെ ഉള്ളു. നമ്മൾ അഴിച്ച് വീല് കറങ്ങും.